ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ജീവിക്കുവാനുള്ള എല്ലാ പരിശീലനങ്ങളും വിശ്വാസികൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാചകം നമ്മൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലളിത ജീവിതവും ശീലിക്കണം, ലാളിത്യമുള്ള ജീവിതവും നിങ്ങൾ ശീലിക്കണം. എല്ലാ കാലത്തും ആഡംബര ജീവിതത്തിലേക്കായിരിക്കരുത് നിങ്ങളുടെ കണ്ണുകൾ. കാരണം അടുത്ത വാചകം ശ്രദ്ധിക്കുക, ഫഇന്ന നിഅമ, അനുഗ്രഹങ്ങളൊന്നും ലാ തദൂമു, അതെന്നൊന്നും നിലനിന്നുകൊള്ളണമെന്നില്ല. ഇപ്പോൾ തന്നെ സൂചനകൾ കിട്ടിക്കഴിഞ്ഞു. പലതിനും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞു. എല്ലാ നിലക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനമാണ്. മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ തീരുമാനമാണ്, എൻ്റെ ലൈഫ് ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്നവർക്കൊക്കെ പുനരാലോചനയുടെ സമയമായിട്ടുണ്ട്. വരുമാനങ്ങൾ നിൽക്കും, വരവുകൾ നിന്നുപോകും, പലയിടങ്ങളിലും പ്രതിസന്ധികൾ വന്നു പോകും. അതൊക്കെ അള്ളാഹു നിശ്ചയിച്ചത് അതാതിന്റെ സമയങ്ങളിൽ നടക്കും. അതുകൊണ്ട് തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ജീവിതത്തിൽ കുറച്ചൊക്കെ പ്രയാസങ്ങൾ സഹിക്കാനുള്ള, ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടുള്ള ജീവിതവും നിങ്ങൾ ശീലിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കാലത്തും നിലനിന്നുകൊള്ളണമെന്നില്ല എന്ന് അത് നമ്മൾ പരിശീലിക്കണം. സമൂഹത്തിൽ ആർഭാടങ്ങളും തോന്നിവാസങ്ങളും വൃത്തികേടുകളും പണക്കൊഴുപ്പിന്റെ പേരിൽ കാട്ടിക്കൂട്ടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുകൊണ്ടുള്ള ഒരവസ്ഥ സമൂഹത്തിൽ സംജാതമാകുമ്പോൾ വളരെയേറെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പാഠം പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഇത്തരത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്.